കുടിവെള്ളം പലയിടങ്ങളിലും കിട്ടാനില്ല. തിരുവനന്തപുരത്ത് കാര്യവട്ടത്ത് പല പ്രദേശങ്ങളിലും കുടിവെള്ള പ്രതിസന്ധി രൂക്ഷമാണ്. വെള്ളം എത്തിയിട്ട് ആഴ്ചകൾ പിന്നിടുന്നു. കുടിവെള്ളം പണം കൊടുത്തു വാങ്ങുകയാണ് പല കുടുംബങ്ങളും. കാര്യവട്ടം ലക്ഷം വീട് പ്രദേശത്ത് എന്താണ് സംഭവം എന്ന് നമുക്കിത് നോക്കണം. അവിടെ വലിയ പ്രതിസന്ധിയാണ്. സാങ്കേതിക പ്രശ്നങ്ങളെന്ന വിശദീകരണവുമായി വാട്ടർ അതോറിറ്റി വരുന്നു. അതിനിടെ കാര്യവട്ടം LNCP ഭാഗത്ത് വെള്ളം കിട്ടാതെ വന്നതോടെ മനുഷ്യാവകാശ കമ്മീഷനിലും പരാതി നൽകിയതായി പ്രദേശവാസി ഹാരിസ് പറയുകയും ചെയ്തിട്ടുണ്ട്. നമുക്ക് അവരുടെ പ്രതികരണം ഒന്ന് കേട്ടുവരാം. ഈ മേഖലയിൽ വെള്ളം വളരെ ബുദ്ധിമുട്ടുള്ളൊരു കേസ് തന്നെയാണ്. ഒരു 2 ബക്കറ്റ് 3 ബക്കറ്റ് വെള്ളം കിട്ടും. അതിലാണ് ഞാൻ, എൻ്റെ ഭാര്യ, എൻ്റെ മോൻ, എൻ്റെ അച്ഛൻ 3 പേരും ജീവിക്കുന്നത്. ഒരു 2-3 ദിവസം ആൾക്കാരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി വെള്ളം തുറന്നു വിടുകയും വീണ്ടും പഴയ പ്രവണതയിലേക്ക് തന്നെയാണ് കൊണ്ടുപോകുന്നത്. ഇപ്പൊ വെച്ചിരിക്കുന്ന ഒരു ഷെഡ്യൂൾ പ്രകാരം ഇവിടെ ഷെഡ്യൂളാണ് വെള്ളം തരുന്നത്. ഇവിടെ കുറെ മനുഷ്യജീവനങ്ങളുണ്ട്. 3-4 ദിവസം വെള്ളമില്ലാതെ തിരിഞ്ഞു നോക്കാൻ പോലും ആരുമില്ല. നമുക്കിപ്പം സുനിഷ ചേരുന്നുണ്ട്. സുനിഷ, കാര്യവട്ടം ഭാഗത്തൊക്കെ വെള്ളപ്രതിസന്ധി രൂക്ഷമാണോ? വാട്ടർ അതോറിറ്റി എന്താ പറയുന്നത്? അരുൺ, ഇങ്ങോട്ട് ഈ കാര്യവട്ടം ഭാഗത്തേക്ക് വന്നാൽ വെള്ളത്തിന് വേണ്ടി പ്രതിഷേധം നടത്തേണ്ട സാഹചര്യത്തിലേക്ക്, സമരം നടത്തേണ്ട സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു എന്നതാണ്. അല്പസമയം മുമ്പ് കേട്ട ആ വൈറ്റ് പ്രകാരം അദ്ദേഹം പറയുന്നത് മനുഷ്യാവകാശ കമ്മീഷനിൽ ഇപ്പോൾ പരാതി നൽകിയിരിക്കുകയാണ്. കുടിവെള്ളം ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞു. ഒരു നേരത്തെ കുടിവെള്ളം വാങ്ങണമെങ്കിൽ പലയിടങ്ങളിലും പോയി കടകളിൽ നിന്നും വെള്ളം വാങ്ങേണ്ട സ്ഥിതിയിലേക്കാണ്. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് കാര്യവട്ടത്തെ ലക്ഷം വീട് പ്രദേശത്താണ്. അരുൺ, ഈ പറഞ്ഞതുപോലെ പരിതാപകരമായ സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് പറയും. 250-ലധികം വീടുകൾ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ ഒന്നും തന്നെ വെള്ളം എത്തുന്നില്ല. വാട്ടർ അതോറിറ്റിയിൽ നിന്നും വെള്ളം എത്തിയിട്ട് മാസങ്ങൾ കഴിയുന്നു എന്നുള്ളതാണ്. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നൂല് പോലെ വെള്ളം വരുന്നു എന്നാണ് ഇവർ പറയുന്നത്. ഏത് പൈപ്പ് തുറന്നാലും വെള്ളം കിട്ടാത്ത സ്ഥിതിയാണ്. നമുക്ക് ഈ ഒരു പ്രദേശം തന്നെ നടന്നു കണ്ടാൽ തന്നെ മനസ്സിലാക്കാൻ കഴിയുമായിരിക്കും. ഓരോ വീടിന് മുന്നിലും ഈ ടാങ്കുകൾ വെച്ചിട്ടുണ്ട്, ബക്കറ്റുകൾ വെച്ചിട്ടുണ്ട്. ഈ ബക്കറ്റുകൾ വെച്ചത് എപ്പോഴെങ്കിലും ഈ നഗരസഭയിൽ നിന്ന് ഈ ലോറിയിലൊക്കെ വെള്ളം വരികയാണെങ്കിൽ പിടിച്ചു വെക്കാം എന്നുള്ള രീതിയിൽ വെച്ചതാണ്. പക്ഷേ ഇവർ പറയുന്നത് 250ഓളം വീടുകളിലേക്ക് ഈ വെള്ളം എത്തുമ്പോഴേക്കും, ഈ ലോറിയിൽ എത്തുമ്പോഴേക്കും പലയിടങ്ങളിലും വെള്ളം കിട്ടാത്ത, അങ്ങനെ പോലും വെള്ളം കിട്ടാത്ത സ്ഥിതിയാണ് എന്നതാണ്. പലപ്പോഴും വാങ്ങേണ്ട സ്ഥിതിയിലേക്ക് മാറുകയും ചെയ്യുന്നു എന്നതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. നേരത്തെ തന്നെ ഈ വിയാറ്റുകോണം റെസിഡൻസ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ പ്രതിഷേധമൊക്കെ നമ്മൾ കണ്ടതാണ്. വാട്ടർ അതോറിറ്റിക്ക് മുന്നിലൊക്കെ വലിയ പ്രതിഷേധം കാണുകയും ചെയ്തിരുന്നു. അതിൻ്റെ ആളുകളൊക്കെ ഇവിടെയുണ്ട്. ചേട്ടാ, എത്രത്തോളം ബുദ്ധിമുട്ടാണ് എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ നിങ്ങൾക്ക് വാട്ടർ അതോറിറ്റി നേരത്തെ ഒരു ഉറപ്പ് തന്നിരുന്നല്ലോ, അതായത് ഒരാഴ്ചയിൽ 2 തവണയെങ്കിലും കൃത്യമായി വെള്ളം എത്തിക്കുന്നുള്ളത്. ആ ഉറപ്പ് ഇപ്പോൾ പാലിക്കപ്പെടുന്നുണ്ടോ? ഇല്ല, ആ ഉറപ്പ് പാലിച്ചിട്ടില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യാഴാഴ്ച ആ ഉപരോധത്തിന് ശേഷം ആ ചർച്ചയെ തുടർന്നുള്ള ആ വാഗ്ദാന പ്രകാരം ഈ വ്യാഴാഴ്ച വെള്ളം വരേണ്ടതാണ്. രാത്രി 10 മണിയോടെ അവിടെ തുറന്ന് നമുക്ക് വെളുപ്പാരാവിലെ ഇവിടെ കിട്ടുമെന്ന്. പക്ഷേ ഉച്ചയായിട്ടും വെള്ളം വന്നില്ല. ഞങ്ങൾ നിരവധി തവണ സെക്രട്ടറിയും പ്രസിഡന്റും ജോയിന്റ് സെക്രട്ടറിമാരുൾപ്പെടെ പലരും നിരവധി തവണ, നാട്ടുകാരുൾപ്പെടെ നിരവധി തവണ വിളിച്ചെങ്കിലും വെള്ളം ഏകദേശം ഒരു 2-2:30 മണിയോടുകൂടി നൂൽ പരുവത്തിന് വന്നു. ഇതിൻ്റെ ഏറ്റവും താഴ്ന്ന ഭാഗത്ത് കുറച്ച് സമയം കിട്ടി. അത് കഴിഞ്ഞ് ഒരു 3:30 ആയപ്പോൾ അത് വീണ്ടും നിന്നു. അങ്ങനെ വളരെ ദുരിതത്തിലാണ്. ഈ ലക്ഷം വീട്ടിലൊക്കെ 3 മാസത്തോളമായിട്ട് വെള്ളം കിട്ടിയിട്ടില്ല. അത് പലതവണ ഇവിടെ വന്ന് AEയും AXയും ഒക്കെ വന്നതാണ്. EEയുടെ മധ്യസ്ഥതയിൽ കഴിഞ്ഞ ഉപരോധ സമയത്ത് ചർച്ച നടന്നതാണ്. പക്ഷേ ആ ചർച്ച നടത്തിയെങ്കിലും ആ വാഗ്ദാനം പാലിച്ചിട്ടില്ല. അതുമാത്രമല്ല, റിപ്പോർട്ടർ ചാനൽ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് കാര്യവട്ടം NH നിന്നുള്ള വെള്ളം ഒരു ലൈൻ പിടിച്ച് തന്നിരുന്നു. അതിൽ നിന്ന് വേറൊരു സ്ഥലത്തേക്കും കൂടെ ഡീവിയേറ്റ് ചെയ്ത് ബൈപ്പാസ് ചെയ്ത് കൊണ്ടുപോകാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത്. അങ്ങനെ വിയാറ്റോണം ജംഗ്ഷനിൽ നമ്മൾ ഒരു ബ്ലോക്ക് ചെയ്തു. ഇവിടെ നിന്ന് വരുന്ന വെള്ളം ലക്ഷം വീട് ഭാഗത്തേക്കും ഉയർന്ന പ്രദേശത്തേക്കും കിട്ടാൻ വേണ്ടി ബ്ലോക്ക് ചെയ്തു. എൻക്യാപ്പ് വെച്ച് ആ പൈപ്പ് അടച്ചു കരാർ പണിക്കാർ. പക്ഷേ അവർ പിന്നെ ഇന്നലെ വെള്ളം വന്നിരുന്നുവെങ്കിൽ ഈ ലക്ഷം വീട് ഭാഗത്ത് കൃത്യമായിട്ടും വെള്ളം കിട്ടിയേനെ. ഇതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ചേട്ടാ, മറ്റൊരു കാര്യം, ഇപ്പോൾ വെള്ളം കിട്ടുന്നില്ല. അപ്പോൾ നിങ്ങളിപ്പോൾ എങ്ങനെയാണ്? നഗരസഭയുടെ വെള്ളത്തിനെ ആശ്രയിക്കുകയാണോ, അല്ലെങ്കിൽ പുറത്തുനിന്ന് വാങ്ങുന്ന സ്ഥിതിയാണോ? പുറത്തുനിന്ന് വാങ്ങുകയും ചെയ്യുന്നുണ്ട്. നഗരസഭയുടെ വെള്ളം കിട്ടിയിട്ട് മാസങ്ങളായി. അപ്പോൾ ഇതിന് നമുക്കൊരു പരിഹാരം എന്നുള്ള നില അവർ നല്ല രീതിയിൽ കാണുന്നില്ല എന്നുള്ളതാണ് ഈ വാട്ടർ അതോറിറ്റി. പിന്നെ അതോറിറ്റി പറയുന്നത് ഈ സാങ്കേതിക പ്രശ്നങ്ങളാണ് അല്ലേ? സാങ്കേതിക പ്രശ്നങ്ങളും പറയുന്നുണ്ട്. പിന്നെ മെയിൻ ടാങ്കിൽ പുതുകുന്ന് എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് നമുക്ക് വെള്ളം കിട്ടുന്നത്. അവിടെ വെള്ളമില്ലെന്നാണ് പറയുന്നത്. അതായത് അരുവിക്കര ലൈനിൽ നിന്ന് വരുന്നില്ല, അരുവിക്കരയിൽ നിന്ന് പമ്പ് ചെയ്യുന്നില്ല എന്നാണ് അവർ പറയുന്നത്. അവിടെ പൊതുവെന്ന് പറയുന്ന ടാങ്കിൽ കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് സപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് അവർ പറയുന്നത്. താലൂക്ക് അദാലത്തിൽ ഒരു പരാതി കൊടുത്തിരുന്നു. ഈ ഡിസംബർ മാസം നടന്ന താലൂക്ക് അദാലത്തിൽ ഒരു പരാതി കൊടുത്തിരുന്നു. ആ പരാതി കൊടുത്തതിൽ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ തന്നിരിക്കുന്നത് 20/12/24
നമുക്ക് വെള്ളം ഉയർന്ന പ്രദേശങ്ങളിൽ വെള്ളം കിട്ടുമെന്നുള്ള വാഗ്ദാനമാണ് ഒരു നടപടിക്രമമായിട്ട് അച്ചടിച്ച് തന്നത്. അരുൺ, ഇവർക്ക് വാക്ക് നൽകിയിരുന്നത് 20-ന് മുമ്പായി വെള്ളം കിട്ടുമെന്നുള്ളതായിരുന്നു. പക്ഷേ ഇതാ 28-ലേക്ക് കടക്കുമ്പോഴും വെള്ളം എത്തിയിട്ടില്ല എന്നാണ് ഈ ഒരു ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയുന്നത്. നിരവധി ബക്കറ്റുകളും ടാങ്കുകളും ഒക്കെ വെച്ചിരിക്കുകയാണ്. ഇതേ രീതിയിലാണ് താഴോട്ട് പോയാൽ നമുക്ക് കാണാൻ കഴിയുന്നത്. പക്ഷേ കാണാം, ഒരു ടാങ്കിൽ പോലും ഇപ്പോഴും വെള്ളമില്ല എന്നുള്ളതാണ്. കാരണം നഗരസഭയിൽ നിന്ന് വെള്ളം എത്തിയിട്ട് ഈ വെള്ളം എത്തുന്നു, ആ വെള്ളം പിടിക്കുന്നു, ഒരു ബക്കറ്റ് 2 ബക്കറ്റിലൊക്കെ വെള്ളം പിടിക്കുമ്പോഴേക്കും അവർ അടുത്ത വീട്ടിലേക്ക് കൊടുക്കാൻ പോകും സ്വാഭാവികമായിട്ടും. പക്ഷേ ഇവർ പറയുന്നത് സാങ്കേതിക പ്രശ്നം, അവർക്ക് വെള്ളം കിട്ടിക്കൊണ്ടിരുന്നല്ലേ, എന്താ പ്രശ്നം? സാങ്കേതിക പ്രശ്നം എന്താ? അരുൺ, വാട്ടർ അതോറിറ്റിയുമായി സംസാരിച്ചപ്പോൾ ഇവർ പറയുന്നത് പൈപ്പ് ലൈനിൻ്റെ ചില പണി നടക്കുന്നുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വെള്ളം എത്താനുള്ള ചില ബുദ്ധിമുട്ടുണ്ട്. അത് വേഗം തന്നെ പരിഹരിക്കും. അതായത് 250 ഓസിൻ്റെ പൈപ്പാണ് ഇടേണ്ടിയിരുന്നത്. അത് അതിൻ്റെ പണി നടക്കുന്നത് കൊണ്ടാണ് നിലവിൽ ഇപ്പോൾ ഈ വെള്ളം എത്താത്തത് പറയുന്നത്. അതൊരു ചേട്ടാ, നിലവിൽ ഇപ്പോൾ നമ്മൾ എത്ര ദിവസമായിട്ടുണ്ടായി ഈ ഒരു ബുദ്ധിമുട്ട് നേരിടുന്നത്? ഈ ബുദ്ധിമുട്ട് ഈ ലക്ഷം വീട് ഭാഗത്തും ഉയർന്ന പ്രദേശങ്ങളിൽ കല്ലറക്കാവ്, പൗർണമി ഗാർഡൻസ്, ലക്ഷം വീട് 3 മാസത്തോളമായി ഇവിടെ വെള്ളം. ഈ പണി നടക്കുന്ന കാരണമാണല്ലോ അവർ പറയുന്നത്. പണി നടക്കുന്നത് ഫെയിലിയർ ആയിപ്പോയി. അതായത് മുക്കിക്കട ആനന്ദേശ്വർ റോഡിലാണ് ഈ ലൈനിന്റെ പണി നടന്നത്. പക്ഷെ അത് ഫെയിലിയർ ആയിപ്പോയി, ആൾട്ടർ ഫെയിലിയർ ആയിപ്പോയി. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉദ്യോഗസ്ഥരുമായിട്ട് കൺസൾട്ട് ചെയ്താണ് കരാർ ജീവനക്കാരൻ. കുടിവെള്ളം പോലുള്ള അടിസ്ഥാന പ്രശ്നങ്ങളൊക്കെ ഇതിൽ വീഴ്ച വരുത്തുന്നത് ശരിയാണോ എന്നുള്ളതാണ്. താങ്ക് യു സുനിഷ. എന്തായാലും അക്കാര്യം നമുക്ക് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താം, വാട്ടർ അതോറിറ്റിയുടെ ശ്രദ്ധയിലും 250ഓളം കുടുംബങ്ങളാണ് ആ ഭാഗത്ത് മാത്രം വെള്ളം കിട്ടാതെ പോകുന്നത്. LNCP ഭാഗത്ത് പലയിടത്തും വെള്ളം കിട്ടാനില്ല എന്ന പരാതിയും വളരെ വ്യാപകമാണ്. വാട്ടർ അതോറിറ്റിയുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഒരു നാട്ടുകാർ മുഴുവൻ പ്രതിഷേധിച്ച് തുടങ്ങുകയാണ്. എത്രയും പെട്ടെന്ന് വെള്ളം അവിടേക്ക് എത്തിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 3 മാസമായി ഈ ലക്ഷം വീട് കോളനിയിലെ നമ്മുടെ സുഹൃത്തുക്കൾക്കും ലക്ഷം വീട് നഗറിലെ ഈ കുട്ടികൾക്കും ഒന്നും വെള്ളം കിട്ടാത്ത സാഹചര്യമുണ്ട്.